ആരാധനാലയങ്ങൾ ഇടിച്ചു പൊളിക്കാൻ 6 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. രാവിലെ ഒരു ഗ്ലാസ് ചായ തന്നൂടെ? അയ്യോ, ചായ തന്നൂടെ വസന്ത കോകിലേ? ചത്ത എന്താ? അല്ല, ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നലായിരുന്നു. അത് ശരി, ഒന്ന് പിടിച്ചേ. ഒന്ന് കാലിങ്ങോട്ട് മാറ്റോ, ഒന്നിങ്ങോട്ട് മാറ്റോ. ഈ എണീറ്റാലുടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ആ ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ. പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ? വല്ല ലവ്വോ? ലവ്വും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവം. ഇതുകൊണ്ടാണ് ഞാൻ LLBക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീയെന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ അങ്ങ് ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ, അത് വേണ്ട. അത് കോഴികൾക്ക് വരുന്നൊരു അസുഖം. കോകിലെന്ന് വിളിച്ചാ? അയ്യോ, അത് വേണ്ട. നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില, വാ ല വല. കൊള്ള വലേ. ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ജലദോഷം അല്ല, മുടി ദോഷം. വല്ല കവിതയോ കഥയാണോ എഴുതുന്നത്? കുറച്ച് കുസൃതിയും കുന്നായ്മയും ഉണ്ടെന്നേ ചന്ദ്രഭാനു പറഞ്ഞുള്ളൂ. എഴുതുന്ന അസുഖമുണ്ടെന്ന് ഭാനു പറഞ്ഞില്ലല്ലോ. ഞാൻ അതൊന്നും അല്ല എഴുതിയത്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ മഹാബിരുദാണെന്നാ കേട്ടത്. എന്നിട്ട് പാടുപെട്ട് ഞാൻ ഒരു തമാശ പറഞ്ഞിട്ട് ആദ്യം സീരിയസ് ആയിട്ട് എടുത്ത് പറഞ്ഞല്ലോ. കോടതിയിലെങ്ങാനമാണിത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൂട്ടച്ചിരി ഉയർന്നേനെ. ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ആളെ കാണിക്കാനെങ്കിലും അടുക്കളയിലോട്ടൊന്നും ചെന്നില്ലേ അമ്മയ്ക്ക് എന്തോ തോന്നും? മരുമോള് വന്നിട്ട് വീടിന്റെ താക്കോലും ഏൽപ്പിച്ചിട്ട് കാശിയിലോ രാമേശ്വരത്തോ തീർത്ഥാടനത്തിന് പോവാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മാവിയമ്മ. കേട്ടോ? അടുക്കളക്കാര്യങ്ങളിൽ അമ്മയെ സഹായിച്ചിരുന്നത് അനിയത്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ അടുക്കള കയറാനൊരു മടി. സാരമില്ല, അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം. ഇതാ മേശപ്പുറത്തോട്ട് വയ്ക്ക്. അമ്മയ്ക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല, ഭാര്യമാര് വെച്ചു വിളമ്പെന്ന് കഴിക്കാനാ ഭർത്താക്കന്മാർക്ക് ഇഷ്ടം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്നതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. അങ്ങനെയൊക്കെയാ നമ്മൾ അവരുടെ മനസ്സിൽ കടന്നുകൂടേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. അന്ന് പെൺകുട്ടികൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. ഒരു വർഷം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. അത് ചെയ്താ കുറ്റമാകുമോ, ഇത് ചെയ്താ കുറ്റമാകുമോ എന്ന് ശങ്ക. അമ്മായിയമ്മ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ശരിക്കും അനുഭവിച്ചു. അവരുടെ മുമ്പിൽ നേരെ നിന്ന് സംസാരിച്ചു തന്നെ 2 വർഷം കഴിഞ്ഞ. ഇവിടെ അതൊന്നും വേണ്ടി വരില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയാ. പിന്നെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഇനി മോടെ ഇഷ്ടത്തിനായി ഇവിടെ സ്ഥാനം. ആട്ടെ, രാത്രിയിൽ ആഹാരം അവിടെ എത്ര മണിക്കാ? ഈ സമയത്താ. എന്നാ നന്ദനെ വിളിച്ചോളൂ, അമ്മ വിളമ്പ.
ചായ ഇരുന്ന് തണുക്കുന്നു. അവൾ എണീറ്റില്ലേ മോനെ? ഉണർന്ന് കിടക്കാന്നാ തോന്നുന്നത്. എന്നാൽ ഇനി അവൾ എണീറ്റിട്ട് ചൂടാക്കാം. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ? അവൾക്ക് എന്തോ ഒരു പ്രയാസം. വന്ന് കയറിയപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തു പ്രയാസം? അമ്മ എന്നെ മറക്കണ്ട. അമ്മയ്ക്കും തോന്നിയില്ലേ? നമുക്ക് തെറ്റുപറ്റിയോ അമ്മേ? ആതിരയുടെ ഇഷ്ടം നോക്കാതാണോ ഈ വിവാഹം നടത്തിയത്? നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ജനിച്ച വീടും അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് വന്നതല്ലേ. പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ട് കാണും. അതെനിക്കറിയാഞ്ഞിട്ടല്ല. അതെല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതല്ലേ. ഇതല്ല, എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളത് പോലെ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ. എല്ലാം നേരെയാകുമെന്ന് സമാധാനിക്കേ. ഇന്നെന്താ പല്ലുതേപ്പും കുളിയും ഒക്കെ വേണ്ടാന്ന് വെച്ചോ? എന്താ സുഖമില്ലേ? ഇരിക്ക. ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്. മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെ ആണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും. നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം. ചെല. അല്ല, ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഒരുങ്ങിയില്ലേ? ഞാൻ മരുന്നില്ല. അതെന്താ? എനിക്ക് നല്ല മൂഡില്ല. അതിന്റെ കാരണമാ ചോദിച്ചത്. ഇവിടെ കാലെടുത്ത് കുത്തി അന്ന് പോലെ ശ്രദ്ധിക്കുന്നതാ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. എപ്പോഴും ഇങ്ങനെ മോൻ വീർപ്പിച്ചിരിക്കാൻ ഇവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അമ്മയും. ഇനി ഞാൻ പെരുമാറുന്ന ഇഷ്ടമാവുന്നില്ല, അത് പറയണം. ഒന്നും മിണ്ടാതെ ഞാൻ പറയാതിരുന്ന നിന്റെ ഉള്ളിലിപ്പ് എന്താണെന്ന് ഞാൻ അങ്ങനെ അറിയും. അതല്ല, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? നന്ദാ, പറയാതിരുന്ന പിന്നെ എങ്ങനെയാമേ? അത് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല. ഒച്ചയെടുത്ത് അയൽവക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോ കുറേയേറെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. ആർഭാടവും ദാരിദ്ര്യവും സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളി, ഒന്നും ഒളിച്ചു വെക്കാതെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും വിളിച്ചു പറയുന്ന ഒരു ലൈഫ് പാർട്ട്ണർ, അതൊക്കെയായിരുന്നു എന്റെ മനസ്സ്. പക്ഷേ തെറ്റുപറ്റി. ഒരു കണക്കിന് നോക്കിയാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്നായിരുന്നല്ലോ എന്റെ കല്യാണം. ഫസ്റ്റ് നൈറ്റിൽ കുറച്ചു നേരം മിണ്ടായിരുന്ന ഒഴിച്ചാൽ വസന്തകോകില ഇതുവരെ നാക്ക് വായിലിട്ടിട്ടില്ല. ആതിര സംസാരിക്കുന്നില്ല എന്നല്ലേ നിന്റെ പരാതി? ഇതിങ്ങൾ സംസാരിച്ചു തുടങ്ങിയ കുഴപ്പാ. എന്തൊക്കെ അറിയേണ്ടത്? നമ്മൾ ഒരു സിമ്പിൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതുങ്ങൾക്ക് ഇഷ്യൂവാ. പറഞ്ഞു തൊണ്ടയിലെ വെള്ളം വറ്റും. പിന്നെ സഹകരണം, അത് കുറച്ച് അകലത്തിൽ നിർത്തുന്നതാണ് ബുദ്ധി. നിനക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയില്ല, അതുകൊണ്ടാ. കേട്ടെടുത്തോളം ഞാൻ പറയട്ടെ, നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിരയ്ക്ക് നിന്റെ അത്ര മെച്യൂരിറ്റി ഇല്ല. നീ അവളുടെ പ്രായം എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല? പ്രായം കണക്കിലെടുക്കാഞ്ഞിട്ടല്ല, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ ഇത് തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്റെ പൊസിഷനും പ്രായക്കൂടുതലും ഒന്നും അവളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല. പഠിച്ചോണ്ട് നടന്ന പെണ്ണല്ലേ, പ്രായത്തിൻ്റെതാന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്കും. 1-2 ദിവസം നീ മിണ്ടാനും പറയാനൊന്നും പോണ്ട. 3-ാമത്തെ ദിവസം അവൾ താനെ നിന്റെ അടുത്ത് വരും. ഷുവർ.
നീ ഇതുവരെ എവിടായിരുന്നു? രാവിലെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ? വക്കീലാഫീസിൽ നിന്ന് ജമാല് വിളിച്ചിരുന്നു. നീ ഇന്നങ്ങോട്ട് ചെന്നതേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ആ, അങ്ങോട്ട് പോയില്ല. വൈകിട്ട് ഉണ്ണിയെ കണ്ടു. അവനുമായിട്ട് കുറച്ചു നേരം കടപ്പുറം സംസാരിച്ചിരുന്നു. ഉണ്ണി അവളെയും കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഇവിടെ ഇപ്പൊ ആരെ സൽക്കരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ. അവളെന്തേ? അവള് കിടന്നു. എല്ലാം കഴിച്ചോ? ഞാൻ നിർബന്ധിച്ചവൻ പേരിന് 2 വെറ്റ് കഴിച്ചു. വിവാഹം കഴിക്കാനായിരുന്നു ബഹളം. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായല്ലോ. അതിരെ, നീ എന്തിനാ കരയുന്നത്? ഞാൻ അപ്പ തോന്നിയ വിഷമത്തിന് ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും എന്റെ മനസ്സിലിരിക്കത്തില്ല. അതുകൊണ്ടാ. നീ എന്നോട് ക്ഷമിക്ക. അച്ഛനെയും അമ്മയും കാണാത്തതിലുള്ള വിഷമമാണെങ്കിൽ നമുക്ക് വീട് വരെ ഒന്ന് പോവാം. വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ കുഴപ്പം. പുറത്തേക്ക് ഇറങ്ങിയാൽ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. ഇന്നലെ വിളിച്ചപ്പോ മൂടില്ല എന്ന് പറഞ്ഞു. ഇന്ന് മൂടുണ്ടെങ്കിൽ ഒരുങ്ങ. താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്താ ചായ കുടിക്കാഞ്ഞത്? കുടിക്ക. നന്ദാ, ദേ ഭാനു വന്നിരിക്കുന്നു. കല്യാണത്തിന്റെ അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇന്നാണല്ലോ പൊങ്ങുന്നത്. ജീവിതം ഒന്ന് തുടങ്ങിയിട്ട് ഒന്ന് ശല്യം ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഒന്നുമില്ല, ചെറിയൊരു സൗന്ദര്യപ്പണക്കം, അത്രേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് റെഡിയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ഭാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി വരുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. പുറത്തു പോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക, എനിക്ക് വയ്യ. എന്താ അതിരേത്? എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ഭാനു, വാ കാപ്പുടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ തന്നെ ഒന്നാന്തരം കുടുംബക്കാരാ. തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കാണെന്ന് പറഞ്ഞു. ഞാൻ സമയം കളയുന്നില്ല.
ഞാൻ പോകുന്നുണ്ട്. ആതിര വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ ആര് തോന്നുന്നു. പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? അതെ. നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ പോ. ഹായ്. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ലല്ലേ? ഉം. ആ, ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും.